ഒരു മിനിറ്റ് ഞാൻ കിടന്ന് ഉറങ്ങാൻ ഇപ്പൊ നോക്കിയാണ്. ശരിയാക്കാം. അതാണ് നല്ലത്. എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറങ്ങിയപ്പോ ശരിയാവും. I am the MC bro. I am the MC. രണ്ട് Yeah, boy. ഇട്ടൂടാ. ഞാൻ വരട്ടെ കാണട്ടെ നീ അവിടെ. വാവ്. കൊല്ല് കൊല്ല് കൊല്ല്. അത് കുറെ നേരം ഒച്ച ഉണ്ടാക്കണോ? നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കും ലോകത്തില്. വേണ്ട അവിടെ എടാ നിക്കടാ അവിടെ അയ്യോ അവിടെ പശു അതിന്റെ ഇടയില് വേണ്ട പാവം പറ്റിയാണ്. നിന്റെ വെട്ടിനെ വന്നറേ ആർക്കും വേണ്ടടാ. നീ എന്റെ വെട്ടിനെ കൊല്ലൂലേ? അത്രയ്ക്ക് പറയാം. ജസ്റ്റ് എനിക്ക് മോട്ടർ പൊളിച്ചോണ്ടേ വെച്ചാലോ അവിടെ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ എപ്പിസോഡ് നമ്പർ 2 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബേസ് വീടൊന്നും ബിൽഡാക്കിയിട്ടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അറിയാലോ, സോംബിയുടെ പുറകെയുള്ള സോംബി നമ്മളെ വിട്ട് ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രേ നമ്മൾ ആക്കിയിട്ടുള്ള ഈ ബെഡ് ഇതൊക്കെ പൊളിച്ചിട്ട് ഒരു എല്ലാരും ഓടിച്ചിട്ടുണ്ട്. പോടാ മോനെ, നീയൊക്കെ വെള്ളത്തിന്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു എല്ലാവരും. അതിന്റെ ഇടയ്ക്ക് വിൽഫറിനെ മറ്റേ ഡ്രൗണ്ടൊക്കെ കൊന്നിട്ട് പോയി. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു പ്ലെയിൻ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും മെയിൻ കാര്യം, നമുക്ക് ഇനി സോംബിയുടെ പുറകെ ഓടാൻ പറ്റൂല. അപ്പൊ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു ചെറിയ ഈ ഒരു പ്ലെയിൻ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വീട് സെറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ ബെഡും ഈ പരിപാടി ഒക്കെ അങ്ങോട്ടാക്കി ഇപ്പൊ എല്ലാവരുടെയും എന്റെ ഇൻവെന്ററി ഒക്കെ കണ്ടില്ല, ഫുള്ളാണ്. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയ ചെസ്റ്റ് ഒക്കെ വെച്ച് അങ്ങനെ നമ്മൾ സെറ്റ് ആക്കുന്നു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കോപ്പർ ആർമർ ആക്കണം. ഇപ്പൊ വിൽഫറിന് മാത്രമാണ് ഉള്ളത്. നമുക്കിനി എനിക്കും മാട്രിക്സിനും ഇതുപോലെ കോപ്പർ ആർമർ ആക്കിയിട്ട് നമുക്ക് കൂടുതൽ അയൺ എടുക്കാൻ വേണ്ടിയിട്ടും കോപ്പർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു മൈനിങ് ഇതിലോട്ട് നമുക്ക് പോകും. അത്രയായിരിക്കും മിക്കവാറും നമ്മൾ എന്ന് ചെയ്യാൻ പോകണം. അത്രയാകുമ്പോഴത്തേക്ക് ഏകദേശം ഇപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി ആരാ ബെറ്റർ ഗെയിമർ. ഞാൻ പറഞ്ഞേ പൊന്നളിയാ, ഞാൻ എന്താ വിചാരിച്ചു, ഞാൻ ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കണ്ടപ്പോ ഞാൻ യൂട്യൂബിൽ കുറെ ഇരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, എന്തൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ചെയ്യാൻ ബേസിക് അല്ല ചെയ്യാൻ പോകണം, എന്റർടൈനിങ് ആക്കണം. ഇന്നലെ വീഡിയോ കൊണ്ട് കുറെ പരിപാടി ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ പൊളിച്ചോണ്ട് നല്ല സാധനം ബെഡ് ഉണ്ടല്ലോ. എന്റെ മൊത്തം 2 ബെഡേ ഉള്ളൂ. രാത്രി നമുക്ക് കിടന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടി ചെറിയൊരു ടെമ്പററി വീടാണ്. അത് നമ്മൾ ഞാൻ പറയണേ, ബെഡ് വെച്ച് കഴിഞ്ഞിട്ടേ നമ്മള് ബിൽഡ് ചെയ്യുന്നവരെ ബെഡ് പൊട്ടിക്കണ്ട കേട്ടോ. കാരണം നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചത്ത് കഴിഞ്ഞാൽ പിന്നെയും മറ്റേ റെസ്പോൺ പോയിന്റിൽ മറ്റേ അവിടെ ആയിരിക്കും നമ്മള്. അതിന്റെ ഇടയ്ക്ക് ചാവൂല, നീ ചാവെന്ന് പറയരുത്. നമ്മള് ചാവൂല. അത് ശരിയാ, കോൺഫിഡൻസ് ആണ് മെയിൻ. അങ്ങനെ പറയാൻ പാടില്ല. എടാ എന്റെ ബെഡ്, നിന്റെ ബെഡ് ഉണ്ടോ? ഇല്ല. ഞാൻ ഇവിടെ ഇട്ടായിരുന്നു കാണട്ടെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ ബെഡ് ഉണ്ടോ? ഒരെണ്ണുണ്ട്. ഓ, നീ നേരത്തെ വെച്ച ബെഡ് എന്റെ കയ്യിലുണ്ട്. മനഃപൂർവ്വമല്ല. അപ്പൊ നല്ല സ്പോട്ട് പറയാം നമ്മുടെ വീട് വെക്കാൻ. നമുക്ക് കാര്യം നമ്മള് പെർമനന്റ് അല്ല, ടെമ്പററി ആണെങ്കിലും നമുക്ക് വെള്ളത്തിനകത്ത് വീട് വെച്ചാലോ. പക്ഷെ വെള്ളത്തിനകത്ത് വീട് വെക്കുമ്പോ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ വെള്ളം എടുത്ത് കളയാൻ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോ അടിയിലൊരു നീ എന്തോ ഉദ്ദേശിച്ച വെള്ളത്തിന്റെ അടിയില് പിന്നെ അണ്ടർഗ്രൗണ്ട് പോകാനാണ്? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് 4 സ്റ്റെം പോലെ പൊക്കിയിട്ട് ഈ വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണ പോലെ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു വാട്ടർ ബോഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് കൊള്ളാം. അതായത് ആ സെൻട്രലിലെ ഐലൻഡ് കണ്ടു, അതിനെ കളയാം, മനസ്സിലായോ? എന്നിട്ട് അതിന് ചുറ്റും വേണേ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഗുഡ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നീന്തി പോവാം. അവിടെ നിന്ന് നമുക്കൊരു 4 ഈ ഓൾമോസ്റ്റ് സെന്റർ കുറച്ചുകൂടെ നേരെ പോയിട്ട് അവിടെ എന്നിട്ട് ഇവിടെ നിന്ന് വാക്ക് ചെയ്തായിരിക്കും വീട്ടിലോട്ട് നമ്മൾ പോണത്, ബ്രിഡ്ജ് വെച്ചിട്ട്. ഓക്കെ. അപ്പൊ താഴത്തെ 4 സ്റ്റെം എനിക്ക് തോന്നുന്നു ഡേർട്ട് തന്നെ മതിയാവും.
വേറെ എക്സ്പെൻസീവ് സാധനം വെച്ചിട്ടൊന്നും അല്ല വുഡാണ് നല്ലതല്ലേ. അത്രയും വുഡ് വേണ്ടേ? അടിയിൽ നിന്ന് സ്റ്റെം മാത്രം. കുഴപ്പമില്ല. വീട് ഫുൾ വുഡിന്റെ വീടാക്കാം. എന്നിട്ട് നമുക്ക് വൈറ്റ് വുഡ് തപ്പുണ്ട് അങ്ങനത്തെ ലാൻഡ്. ഞാൻ സെറ്റ്, അത് കുഴപ്പമില്ല. ഞാനും മാട്രിക്സും കൂടെ സെറ്റ് ചെയ്യാം. നീ എന്തായാലും പ്ലാൻ ചെയ്യും. എന്നിട്ട് ബാക്കി എന്തൊക്കെ വേണോന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നീ സെറ്റ് ആക്കാം. അപ്പത്തേക്കും ഞങ്ങള് റിസോഴ്സസ് എടുത്തിട്ടുണ്ട്. മാക്സിമം വുഡ് എടുത്തിട്ട് വാ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉള്ള വുഡൊക്കെ ഡ്രോപ്പ് ചെയ്തോ നിങ്ങള്? ആക്കൂടെ ഇത് മുമ്പോട്ട് വെച്ച് നിന്റെ അവിടെ നിന്റെ ഞാൻ നോക്കുമ്പോ എല്ലാം എന്റെ കയറി. ഇവന്റെ ഒരു കിട്ടിയില്ല. ഇവൻ എന്നാ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അളിയാ ഇതാ പറയുന്നത്. ആരെന്തോ വീഡിയോ കാണുന്നുണ്ടല്ലോ. അളിയാ നീ ഡേർട്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കുവാണോ? കുറച്ച് ക്രേസി ആട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ അതന്നെ ചെയ്തു. അപ്പൊ ക്രേസി ആയിരുന്നു സമയത്ത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ വുഡ് കൊണ്ട് പറഞ്ഞ അത്ര നേരം മാത്രം. അത് ചിലപ്പോ ദിവസങ്ങൾ വിട്ടു. 10 ദിവസം എടുക്കുന്നത്. മാട്രിക്സിന് 12 ദിവസം എടുക്കും. എടാ അമേസ്, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് കളിച്ചോണ്ടിരുന്നപ്പോഴേ ഫയറിംഗ് റേഞ്ചിൽ നമ്മള് എനിമീനെ ഫയർ ചെയ്തോണ്ടിരുന്നപ്പോ ഒരുത്തൻ ഇടയ്ക്ക് കയറി വന്നപ്പോ മാട്രിക്സ് പറയാ ഫ്രീ ഫയർ ആണ്. നീ അത് മാറ്റരുത്. മാട്രിക്സ് അല്ല, ഇയാളാണ് പറഞ്ഞത്. ഇയാള് പറഞ്ഞിട്ട് നീ മാട്രിനെ ഇട്ട് കൊടുക്കുക. BGM അടിച്ചോണ്ടിരിക്കണത്. ഇപ്പൊ മനസ്സിലായി ആരാ കള്ളന്ന്. നമ്മള് BGM അടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒരുത്തൻ പുള്ളിക്കാരൻ ഈ വിൽഫർഡ് ഒരു സ്ഥലത്ത് TPP എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു എനിമി വന്നിട്ട് ഇവനെ പുള്ളിനെ പ്രീ ഫയർ ചെയ്തിട്ട് ഇങ്ങനെ പുള്ളി ഓടി വരുമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ പ്രീ ഫയർ ചെയ്തിട്ട് പുള്ളി പ്രീ ഫയറിന് തന്നെ പറഞ്ഞ എന്നെ ഫ്രീ ഫയർ ചെയ്തിട്ടു. പുള്ളിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഫ്രീ ഫയർ എന്താ. അവസ്ഥ ആയിരിച്ചു ഇവന്റെയൊക്കെ. ഇവനൊക്കെ എന്നാ ചെയ്യണ്ടേ? അത്രയൊന്നും പറയണ്ടായിരുന്നു. അത്രയൊക്കെ പറയണം. കാര്യം പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. ഇയാള് തന്നെ അത് എടുത്തിട്ട് ചോദിച്ചു മേടിച്ചതല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ച അമേസിന് കുറച്ച് ഫണ്ട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നീ അവനിട്ട് പണി കൊടുക്കാനായിട്ട് അതിന് പകരം നീ എനിക്കിട്ട് തന്നെ ഉണ്ടാക്കി. അതങ്ങനെയാ. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, അമേസോ അതിനോട് എനിക്കൊന്നും ചോദിക്കാനില്ല. അങ്ങനെ എനിക്കങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഏതായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇൻഫിനിറ്റി വാറോടെ കണ്ടപ്പോഴത്തേക്കും മാർവലായി. സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ടാ, കോമിക്സ് നോക്കുമ്പോ കുറച്ചുകൂടി DC കുറച്ചുകൂടി പക്ഷെ സിനിമയിലോട്ട് വരുമ്പോ DC-നെ ഊമ്പിച്ച് തുടങ്ങി. ഇവിടെ മൊത്തം ഞാൻ കാണാം. എടാ ഫുഡ് കഴിക്കും. ശീലാവ് ഒളിച്ചിരിക്കും. അവൻ അപ്പുറത്താ, അവൻ വരുത്തില്ല. ഞാൻ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞ ഞാൻ നിന്നോട് 10,000 പ്രാവശ്യം ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എനിക്ക് ഉറങ്ങാൻ പറ്റിയാലും ഞാൻ ഉറങ്ങിയത്. ഉറങ്ങായിരുന്നു. അവിടെ മൊത്തം ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ. എടാ ഞാൻ വേറൊരു ഒപ്പീനിയൻ പറയട്ടെ. ഈ കാല്
കാലിന് ഈ പ്ലാൻസ് അല്ലാതെ സാധാ ഓക്ക് കൂട്ടി യൂസ് ചെയ്യണേ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. എടാ വിൽഫ്രഡ്, എടാ നിങ്ങളുടെ ഒപ്പീനിയൻ പറ. വീടിന്റെ വെള്ളത്തിൽ നിന്ന് വീടിന്റെ അവിടെ നിന്ന് ഈ മെയിൻ ലാൻഡിലോട്ടുള്ള ബ്രിഡ്ജ് നിങ്ങൾക്ക് ഈ എഡ്ജ് ഈ കോർണറിൽ നിന്ന് പോണോ അതോ ഈ ഏതെങ്കിലും ഒരു സൈഡിന്റെ സെന്ററിൽ നിന്ന് പോണോ? ആ വഴി ബ്രിഡ്ജ് ഏതായിരിക്കും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നീ ഒന്നുകൂടെ ചോദിച്ചേ. അവിടെ എന്ന് വെച്ചാ ഈ വീട് പണിയുമല്ലോ, വീട് പണിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ നടുക്കുള്ള വീട്ടിൽ നിന്ന് ലാൻഡിലോട്ടുള്ള ഒരു ബ്രിഡ്ജ് പണി. ആ ബ്രിഡ്ജ് വീടിന്റെ ഏതെങ്കിലും വെർട്ടെക്സ് കോർണറിൽ നിന്ന് വരണോ അതോ എഡ്ജിന്റെ നടുക്കുന്ന് വരണോ? കോർണറിന്ന് ബ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ കോർണറിൽ ഡോർ വെക്കാൻ പറ്റില്ല, അതാണ് സീൻ. കോർണറിൽ ഡോർ വെക്കാട്ടോ, 2 ഡോർ വെക്കാം കോർണറിൽ. അങ്ങനെ വെക്കി 2 എണ്ണം. അതായത് അതിപ്പോ ഞാൻ എങ്ങനെയാ കാണിക്കുക? നീ നമ്മുടെ ഒരെണ്ണം വെച്ചാൽ കാണട്ടെ ലാൻഡില്. ഞാൻ വെക്കാം. ഒരു മിനിറ്റ് ഉറങ്ങാൻ നോക്കിയാണ്, അതാണ് നല്ലത്. നിനക്ക് എന്താ കുഴപ്പമുണ്ട്, തലയ്ക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് ഉറങ്ങിക്കപ്പോ ശരിയോ? ഇപ്പൊ ശരിയാട്ടോ. റെക്കോർഡിങ്സ് വെച്ചിട്ടുണ്ടോ? റെക്കോർഡിങ് വെച്ചിട്ടുണ്ട് റോസ്കി. പക്ഷേ കിട്ടി 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 എനിക്ക്. നോക്കടാ മോനെ, നോക്കടാ നോക്കടാ ഇങ്ങോട്ട് നോക്കടാ. അടച്ച് പോടാ മോനെ നീ. ഐ ആം ദി MC ബ്രോ, ഐ ആം ദി MC. നിക്ക് നീ അടച്ചു തന്നോടി. ഓക്കെ പോടാ മോനെ, പോടാ നീ അവിടുന്ന്. ഇതുവരെ വെച്ചെന്നാ മതി കേട്ടോ. ഞാൻ ഇത് ചെയ്യാം, അപ്പൊ അങ്ങോട്ട് പണിയാ. പാട്രിച്ചേ, ആ മറ്റേ വീഡിയോ ഉണ്ടാക്കുമ്പോഴേ വേറെ തിരിച്ച് അമേസിന്റെ തലക്കിട്ട് കൊടുക്കണം. എന്റെ അപ്പന് അംബാനി ആയിരുന്നു, ഞാൻ അമിതാഭ് ബച്ചൻ ആയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയാട്ടോ, അത് പ്യുവർ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ മാട്രിക്സ് ഒരു കാര്യം ചെയ്യണം, നീ ഓക്കും കൂടെ വെട്ടാവോ. കിട്ടണതൊക്കെ അല്ലാണ്ട് നോക്കി പോണ പരിപാടി ഒന്നുമില്ല. നോക്കി പോണ പരിപാടി നമുക്ക് പിന്നെ കേവിങ് പിന്നെ ചെയ്യാം. എന്റെ അമ്മച്ചെ ഞാൻ അത്യാവശ്യം കിട്ടണ റീസോഴ്സസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യും. ഇത് നീ എന്താന്ന് വെച്ചാൽ ഡിസൈൻ മാറ്റിക്കോട്ടോ. ഈ ഞാൻ വെച്ചേക്കുന്ന 2 എക്സ്ട്രാ വുഡ് ഉണ്ട്. ആ വുഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഡോറ് പൊട്ടൂട്ടോ. ഓക്കെ എടാ, ആ വുഡ് അല്ല, അവിടെ പ്ലാറ്റ്ഫോം പ്ലാങ്ക് ആയിരുന്നു വെച്ചിട്ടുണ്ട്. ആണോ? പ്ലാങ്ക് വെക്കുന്ന ഞാൻ മാറ്റി വെക്കാം. അയ്യോ വെള്ളത്തിൽ പോലെ, അയ്യോ വെള്ളത്തിൽ പോയി. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. എടാ ഇത് വന്നറാ, മറ്റേ ലാമയും മറ്റേ ഇത് വന്ന് വാണ്ടറിങ് ട്രേഡർ. ഞാൻ പറഞ്ഞു ലാൻഡിൽ കയറിക്കോട്ടെ. ഞാൻ അത് വേറൊരു പരിപാടി ബിസി ആയിപ്പോയി, ഞാൻ ഫുൾ ക്ലിയർ ആയിട്ട് കേട്ടില്ല. എടാ പേരെന്താ വെക്കണ്ടേ? പേര് പറയാം. ഹിറ്റ്ലർ വെച്ചാലോ? അങ്ങേര് പോയേ, പിന്നെയും പോയേ. നിന്റെ എത്ര പോണുണ്ട്? നമ്മുടെ 7 ഉണ്ട്. പിന്നെ എന്തെങ്കിലും ടീമോ? നമ്മുടെ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പട്ടി കേട്ടോ, ഫസ്റ്റ് പട്ടി ഗൈസ്. എന്റെ പട്ടി 1 2 ബാക്കി പോണിങ് വന്നേ. ആണോ? ഞാൻ പറഞ്ഞത് എത്തപ്പെട്ടെ പട്ടി 4 പോണിലൊന്നും കിട്ടുമെന്ന് തോന്നല്ല എനിക്ക്. കിട്ടൂടാ. ഞാൻ വരട്ടെ കാണട്ടെ. നീ അവിടെ
വാവ്. ഓടിയാ മൂന്നാമത്തേല് കിട്ടി. ഇനി അവന്റെ ഒരു പോടാ ball കൂടെ. മോനെ. നീ പോടാണ്. നീ വാന്ന് പറഞ്ഞപ്പോ ഞാൻ അടിച്ചോണ്ടിരിക്കുക ബോളില് പട പട പട. നീ നിന്റെ കെട്ടിയോളെ കൊണ്ടുപോയി. നീ ഒരു സെക്കൻഡ് താമസിച്ചു ബ്രോ. ഒന്നും ചെയ്യാൻ പോടാ മോനെ. നീ പോടാ. ഞാൻ ഈ ബോളില് ഞെക്കിക്കൊണ്ടിരുന്നപ്പോ ഇയാള് പറഞ്ഞത് ഞാൻ വരട്ടെ പോടാ ഒന്നും പോടാറ്. ഇല്ല അവൻ നിന്നെ ഫോളോ ചെയ്യുള്ളൂടാ. അതറിയാം. ആ ബോൾ ചെയ്ത് എന്റെ മേത്ത് കൂടെ ചുമ്മാ കയറി കിടക്കുവാ. നീയും വാ. ഞാൻ എന്റെ ഒരു പട്ടീനെ ഇട്ടിട്ടുണ്ട്. ആ പട്ടിയുടെ കൂടെ കൂടെ ഒരു പശുവിനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ പട്ടിയും പശുവും അത് കുറച്ച് ക്രേസി. ഒന്നിച്ച് മേറ്റ് ചെയ്യും. What? Crazy. Crazy. എന്താണ് ക്രോസ് ബ്രീഡ് ചെയ്യാൻ പോരുണ്ട്. ഇവിടെ രണ്ടിനെ കെട്ടിയിട്ടല്ലേ. അത് കുറച്ച് crazy ആയിട്ട്. അത് ഞാൻ എന്റെ പട്ടിയുടെ കോളർ നീലാക്കാൻ പോലെ നീ ആരാണ്? നീ എന്റെ വീട്ടിൽ വന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ കൊണ്ട് നീ എന്റെ വീട്ടിൽ വന്നിട്ട് നീ ഉണ്ടാക്കണം. കൊല്ല് അവന് കൊറേ നേരം ഒച്ച ഉണ്ടാക്കണോ? നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കോ ലോകത്തില്. കടി മാറിയെന്നോ? അവര് കടിക്കാൻ എനിക്ക് ബാക്കിയൊന്നും കണ്ടാ കെട്ടിയിട്ടെങ്ങനെ കണ്ടാ പട്ടിനെ അല്ല പിന്നെ അതിന്റെ വല്ല ആവശ്യം പട്ടി പിടിച്ചെടുത്തിക്കോ. അവനെ ഇരുത്തിക്കോ. അതിനൊന്നും ചെയ്യില്ല. അവനവിടെ ഇരുത്തിക്കോ. ഇല്ലെങ്കിൽ എന്റെ പയ്യനെ അഴിച്ചു വിടും. മനസ്സിലായി? എന്റെ പയ്യനെ അഴിച്ചു വിട്ടാണ്ടല്ലോ കീറി വിടുന്നില്ല. പിടിച്ചു വെച്ചോ മോനെ. ചോരക്കളിയാവും. രണ്ട് പട്ടി കൂടെ അടിയാ. പശു അതിന്റെ ഇടയില് അമേസിന്റെ പട്ടി ചത്ത്. വേണ്ട പാവപ്പട്ടിയാണ്. നിന്റെ പട്ടിനെ കൊന്നറ ആർക്കും വേണ്ടടാ. നീ എന്റെ പട്ടിനെ കൊല്ലൂലേ? നീയാണ് ആനങ്ങാണ്ട് അവിടെ ആനങ്ങാണ്ട്. എടാ ഞാനതിനെ അവിടെ ഇരുത്തിയതാണ്. അത് അവിടെ ഇരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇരുത്താതെ എന്താ? നീ എണീപ്പിച്ചു വീണ്ടും അതിനെ. നീ ഒറ്റ ഞെക്കി നിൽക്കാതെ അവിടെ ഇരുന്നേനെ. അതിന് വീണ്ടും നീ എണീപ്പിച്ചു. അല്ല എടാ അത് ഡബിൾ ക്ലിക്ക് അറിയാണ്ടായിപ്പോയത്. അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിനക്ക് വേറെ എക്സ്ക്യൂസ് ഇല്ല. മനസ്സിലായോ? നീ വിഷമിക്കല്ലേ? പോട്ടെ. ഒരു കിടക്ക്. നീ എടുത്തോ എന്റെ സ്നേഹദാനം. പൊന്നളിയാ നീ എന്റെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ടല്ലേ അങ്ങോട്ട് ഓടി വന്നേ. ഹായ്. ഞാൻ എന്തൊരു കാര്യം പറയാൻ വന്നു. പക്ഷെ ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന കാര്യം DC ഓർ മാർവൽ, അതിനെ കുറിച്ചൊരു എൻഡ് വന്നില്ല. ഞാൻ മാർവൽ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കോമിക്സ് ഞാൻ മൂവീസിനകത്ത് ഞാൻ ഇൻഫിനിറ്റി മാർവൽ അവഞ്ചേഴ്സ് സീരീസ് കംപ്ലീറ്റ് ചെയ്ത പിന്നെയാണ് ഞാൻ ഇൻഫിനിറ്റി കംപ്ലീറ്റ് മാർവൽ ഫാൻ. മാർവലിന്റെ ഫേവറേറ്റ് ക്യാരക്ടറാ. അങ്ങനെ കൃത്യം ഒരാളെ പറയാൻ എനിക്ക് പറ്റണ്ട. ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ആണ്. കൃത്യം ഞാൻ ഇപ്പൊ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരാളെ പൊളിറ്റിക്കലി കറക്റ്റ് ആൻസേഴ്സ് ആട്ടോ ഇതൊക്കെ. പൊളിറ്റിക്കലി കറക്റ്റ് ആൻസേഴ്സ് അറിയാതെ ഇല്ലെങ്കിൽ ആൾക്കാര് പറയും പിന്നെ നിനക്കൊന്നും അവന് ഇഷ്ടമല്ല. ആൾക്കാർ പറഞ്ഞോട്ടെ. അതൊക്കെ ആൾക്കാരുടെ ഒപ്പീനിയൻ അല്ലേ? അതെ പക്ഷെ ആൾക്കാർ എന്ത് വിചാരിക്കുന്ന വിചാരിച്ചിട്ടല്ല. ഞാൻ പേഴ്സണലി ആലോചിക്കുമ്പോ എനിക്ക് തോന്നണ അങ്ങനെയാ. ഓപ്പൺ ആയിട്ട് പറ. അതാറാ പറഞ്ഞേ. ഞാൻ പേഴ്സണലി ആലോചിക്കുമ്പോ ഞാൻ ഇപ്പൊ എനിക്ക് പറഞ്ഞു എനിക്ക് അയൺമാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുമ്പോ തോറിന്റെ ഇൻഫിനിറ്റി വാറിനകത്ത് പുള്ളിയുടെ ഒരു എൻട്രി ഉണ്ട്. ഒരു മറ്റേ ഇവിടെ വെച്ച് മറ്റേ വക്കാണ്ടെ വെച്ചൊരു എൻട്രി ഉണ്ട്.
ഒരു മോളിന്ന് വന്നിട്ട് ഗ്രൂട്ടിന്റെ കൂടെ പെട്ടെന്ന് വന്ന് വീട്ട് വക്കാണ്ടെ വെച്ചിട്ട് അത് ഇൻഫിനിറ്റി വാറില് അതന്നെ ഗ്രൂട്ടിന്റെ കൂടെ ആ ബ്രൂട്ടിന്റെ മറ്റേവന്റെ കൂടെ നമ്മുടെ റോക്കറ്റിന്റെ കൂടെ അത് ആലോചിക്കുമ്പോ എന്റെ ഏറ്റവും ഫേവറേറ്റ് തോറാവും. അങ്ങനെ ഓരോരോ സിനാരിയോസ് ഉണ്ട്. ആ ഒരു എൻട്രിയോ യാ രോമൊക്കെ എണീച്ച് വെച്ചിട്ടാണ് നീ ഒരു സൂപ്പർ ഹീറോനെ അളക്കുന്നത്. ബ്രോ അങ്ങനെ ഓരോ മൊമെന്റ്സും ഞാൻ എക്സാമ്പിൾ പോലെ പറഞ്ഞതാ. അങ്ങനെ ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ ഡിഫറെന്റ് കാരണങ്ങളുണ്ട്. ഗോട്ട് മൈ പോയിന്റ്. അപ്പൊ എനിക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നീ സപ്പോർട്ട് ചെയ്യണില്ല. നീ ഒരു ക്യാരക്ടറിന്റെ മാട്രിക്സ് എന്തുകൊണ്ടാ അയൺമാന്റെ പകരം ബാറ്റ്മാന്റെ ചൂസ് ചെയ്തത്? അയൺമാന്റെ പകരം ബാറ്റ്മാൻ ചൂസ് ചെയ്തില്ലല്ലോടാ. പിന്നെ ഞാൻ പറഞ്ഞ DC-യിൽ എനിക്ക് ബാറ്റ്മാനെ ഇഷ്ടം, മാർവലിൽ വരെയാണെങ്കിൽ എനിക്ക് ക്യാപ്റ്റൻ അമേരിക്ക ഇഷ്ടം. അതിന് മാറും, കുറച്ചുകൂടെ സീനാവും. എനിക്ക് വേറെ പ്ലാനാ. നീ നിന്റെ ഐഡിയ നീ യൂസ് ചെയ്യുന്ന ഫുൾ വിശ്വാസം എന്നാ പറഞ്ഞു. എനിക്ക് ഓക്ക് എന്റെ അള്ളളിയാ അവന്റെ അളയാ. അവൻ അയൺമാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലല്ല എടാ, അയൺമാന്റെ പവർ അവന്റെ ബ്രെയിനാ. അത് താനോസും അറിയണ്ടല്ലോ, അവന്റെ മെയിൻ സ്പെഷ്യാലിറ്റി അവന്റെ ബ്രെയിനാണ്. അത് കുറച്ച് മറ്റേ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കുന്നവരായിപ്പോയേ. ആ ആൻസർ അമേസിന് പറ. എടാ ബ്രെയിന് ഫെയിം ഈ ഐറ്റംസ് കാരണം പുള്ളിക്ക് അത്ര റിച്ച് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളി ആ സാധനം ഉണ്ടാക്കിയെടുത്തത്. അത്രയാണ് അയൺമാൻ കഴിവുള്ളൂ. ഞാൻ പറയട്ടെ എടാ, അതല്ല ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ പുള്ളിയുടെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ പുള്ളി സൂപ്പർ ഹീറോ അല്ലല്ലോ. പുള്ളി ജസ്റ്റ് പുള്ളിയുടെ സൂട്ട് ഉള്ളതുകൊണ്ടല്ല. സൂട്ട് ഇല്ലെങ്കിൽ പുള്ളിക്ക് പ്രത്യേകിച്ച് പവർ ഒന്നും ഇല്ലല്ലോ. ഞാൻ എൻഹാൻസ് പറഞ്ഞ എടാ, ഒരു ഹ്യൂമന്റെ എൻഹാൻസ്ഡ് കേപ്പബിലിറ്റിയിലേക്ക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അൺബിലീവബിൾ ആയിട്ടുള്ള കേപ്പബിലിറ്റി അല്ല. ഇപ്പൊ ഹൾക്കൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ്ലി അൺബിലീവബിൾ പോലെയാ. പക്ഷെ ക്യാപ്റ്റൻ അമേരിക്കയുടെ നോക്കുവാണെങ്കിൽ പുള്ളിക്ക് ആ ഒരു അൺബിലീവബിൾ കേപ്പബിലിറ്റി അല്ലല്ലോ. ഒരാൾക്ക് ബിലീവേ ചെയ്യാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഹോക്കയാണ് ശരി. പക്ഷെ പുള്ളിക്ക് തന്നെ ആയിട്ട് സെപ്പറേറ്റ് ഒരു മൂവി ഇല്ലല്ലോ. ഒരു മേജർ ക്യാരക്ടേഴ്സിൽ നോക്കുമ്പോ ഹോക്കൈഡ് ഉണ്ടോ? സീരീസ് ആണോ? സീരീസ് ഞാൻ കണ്ടിട്ടില്ലടാ. ശേഷം ഇറങ്ങിയതാ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നു എൻഡ് ഗെയിം ആയിരുന്നു. ഞാൻ സിനിമയുള്ള ആളുടെ കുറിച്ചല്ല ഞാൻ നിന്നോട് എന്തോ ചോദിച്ചു. എടാ, ഒരു മേജർ ക്യാരക്ടറാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. ഒരു മേജർ ക്യാരക്ടേഴ്സിൽ എനിക്ക് ഇവരെ ഇഷ്ടം. ഇപ്പൊ മേജർ ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഹോക്കൈ എന്ന് പറഞ്ഞ ഒരാളുടെ മൈൻഡിൽ ഫസ്റ്റ് വരില്ലല്ലോ. ഫസ്റ്റ് വന്നത് അയൺമാൻ, സ്പൈഡർമാൻ, ആ ഒരു ഇതല്ലേ. നീ പറഞ്ഞ ബേസിസ് അനുസരിച്ച് എടാ, ഞാൻ പറഞ്ഞ ബേസിസ് ഇത് ചുമ്മാ നീ ഇപ്പൊ അടി ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് പറയണേ. പോള പറയാ. നീ എന്താ പറഞ്ഞു പറ. ഞാൻ പറയാം. ഇപ്പൊ ബാറ്റ്മാൻ എനിക്ക് എന്തിനാ ഇഷ്ടം എന്ന് വെച്ചാൽ പുള്ളി ആ കംപ്ലീറ്റ്ലി ബിലീവബിൾ ടൈപ്പ് ഓഫ് ഒരു ഹീറോയാ ബാറ്റ്മാൻ. പക്ഷെ അതുപോലെ തന്നെ DC-യിലും ഉണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നീ പറഞ്ഞ കുറച്ച് ക്രേസ് ചെയ്ത് ബാറ്റ്മാൻ ബിലീവബിൾ ആണ്. ബിലീവബിൾ എന്ത് ഇപ്പൊ പുള്ളിക്ക് ഇപ്പൊ അൺബിലീവബിൾ ആയിട്ട് ഇപ്പൊ ഒരു ഹ്യൂമന് നോർമൽ ഒരു ഹ്യൂമന് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചില സീൻസ് ഉണ്ടാവും, അതിപ്പോ ഉണ്ടാവും. ബട്ട് അതല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ അയൺമാൻ അതേ കാറ്റഗറിയിലുള്ള ആളല്ലേ. ഞാൻ പറഞ്ഞില്ല അയൺമാൻ ആസ് എ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു സൂപ്പർ പവേഴ്സോ ഇതല്ലല്ലോ. പുള്ളിയുടെ ആകെയുള്ള സൂട്ടല്ലേ അത്. ആ റിമൂവ് ദാറ്റ് സൂട്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. സൂപ്പർ പവർ പറയാനായിട്ട് ബാറ്റ്മാനിന് ഇപ്പൊ അങ്ങനെ സൂട്ട് വേണമെന്നില്ലല്ലോ. അല്ല, ബാറ്റ്മാൻ എന്തിനാ സൂട്ട്? പുള്ളിയുടെ ആ സൂട്ട് ഇല്ലെങ്കിലും പുള്ളിക്ക് ആ ഒരു ഇതുണ്ടല്ലോ. പുള്ളി ഇപ്പൊ അടിക്കുന്നതും പുള്ളിയുടെ പവറൊക്കെ പുള്ളി സൂട്ട് കൊണ്ട് ഉണ്ടാക്കണതല്ലോ. കംപ്ലീറ്റ്ലി സൂട്ട് ബേസ്ഡ് അല്ലല്ലോ. നീ പറഞ്ഞ പോയിന്റ് മാർവലിലുള്ള ഫേവറേറ്റ് ക്യാരക്ടർ പറ. മാർവലിലോ? ഞാൻ പറയട്ടെ. മാർവലിൽ എനിക്കൊരു ഫേവറേറ്റ് ക്യാരക്ടർ ഉണ്ട്. എനിക്കിപ്പോ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടം. റീഡ് റിച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടം. ആരാന്നറിയാം? അതന്നെ ഫാന്റാസ്റ്റിക് ഫോറില് അവൻ സീന അളിയാ. അവന്റെ തല എന്ന് പറഞ്ഞാൽ ക്രേസി തല. അവനെ എനിക്കിഷ്ടം. അവന്റെ മോനെ എനിക്കിഷ്ടമാണ്.
അവന്റെ മോന്റെ പവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, പക്ഷെ ബ്രോസ്കി അവൻ ക്രേസിയാണ്. ഞാൻ അവന്റെ മോൻ സിനിമയില് കാണിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങക്ക് വൺ പീസ് ഇഷ്ടം? ബ്രോ നീ ആർക്കെനിക്കോ? വൺ പീസ് നീ കാണാത്തോണ്ടാ. എനിക്ക് ഇത്രയും Matrix കണ്ടിട്ട് ആ കൂടി അതിനകത്ത് ആനിമേഷൻ അല്ല, ഞാൻ മാത്രമാണ് ബ്രോ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ആനിമേഷൻ അതന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോ ഈ അമേസിംഗ് പീക്കാ കാണിച്ചായിരുന്നു ഒരു എപ്പിസോഡ്. എനിക്ക് അതിന്റെ കണ്ടേല് എനിക്ക് ആ അനിമേഷൻ ഒട്ടും ഇഷ്ടമായില്ല. ഒട്ടും ഇഷ്ടമായില്ല. അത് ഏത് ഏത് കൊല്ലത്തെ 2003 എടാ അതെ ഇപ്പൊ ഒരു 50 വർഷം മുമ്പ് ആനിമേഷൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എനിക്ക് ആ വിഷ്വൽസ് തന്നെ ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കാണാൻ പോയില്ല. സ്റ്റോറി നൈസ് വിഷ്വൽസ് ഒട്ടും ഇഷ്ടമായില്ല. നീ ഒരു 100 എപ്പിസോഡ് കണ്ട് തീരുമ്പോഴത്തേക്കും നീ ഒന്നാമത്തെ കാര്യം അത് യൂസ്ഡ് ആവും. അത് കഴിഞ്ഞ് പിന്നെ അത് മാറും. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ആ ഒരു ഓറ ഉണ്ട്. ഇപ്പൊ നീ നോക്കിയോ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ മിക്കവാറും കമന്റ്സിൽ തന്നെ മിക്കവാറും വന്ന് പറയും വൺ പീസ് കാണും ബ്രോ, സീനാണ് ബ്രോ, ആനിമേഷൻ മാത്രം വെച്ചിട്ട് കാണാണ്ടിരിക്കില്ലെന്ന് പറയും. കാരണം അതിന്റെ സ്റ്റോറി അത്രയും ആനിമേഷൻ മാറൂടാ. മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും. ശരിയാ. ഒരു 300 ആനിമേഷൻ എപ്പിസോഡ് ഉണ്ടല്ലോ. ഞാൻ പിന്നെ കുറെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാർ ഇടണ്ടായിരുന്നു വൺ പീസിന്റെ ആനിമേഷൻ ഒരു രസവും ഇല്ലാന്നൊക്കെ. ഞാൻ പറയാം എനിക്ക് കുറച്ച് അധികം ഫേവറേറ്റ് ആനിമേഷൻ ഉണ്ട്. എനിക്ക് വൺ പീസ് ഇഷ്ടമാണ്. എനിക്ക് എന്താ ബ്ലാക്ക് ക്ലോവർ ഇഷ്ടമാണ്. എനിക്ക് സോളോ ലെവലിംഗ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ ഭയങ്കര ഓവർ പവേർഡ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. മനസ്സിലായി? സൂപ്പർ ഹീറോ കരയണം. ഹീറോ കരയണം. കണ്ടത് ആ ഓറ ഫാർമിംഗ് കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ ഡീപ്പ് സ്റ്റോറി ആയിട്ടൊന്നും കണ്ടില്ലേ. ഓറ ഫാർമിംഗ് ആയിരുന്നു. പക്ഷെ ഉള്ള സ്റ്റോറി കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ആനിമയും കൊള്ളാം. പക്ഷെ അത്ര ഓവർ പവേർഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ പൊന്ന അമേസിംഗ് ഇന്ത്യൻ കാണാൻ വരും ബ്രോ. ഞാൻ 2 മിനിറ്റ്സ് കൂടി എടുക്കും ഇവിടെ ഇറങ്ങാൻ. അളിയാ, ഇത് സീൻസ് ആരോ എനിക്ക് ഇഷ്ടപ്പെടും. അതെനിക്കറിയാം. പക്ഷെ നീ 2 മിനിറ്റ്സും കൂടി എടുക്കും. അങ്ങനെ അത്രയും മറ്റേ കമ്മിറ്റഡ് ആയിപ്പോയി. അതാ നീ ഇവിടുത്തെ മരം വെക്കാം. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, എനിക്ക് ഞാനുണ്ടല്ലോ ശരിക്കും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അനിമയാണ് ഈ ഡീമൺ സ്ലെയർ. എന്റെ എക്സ്പെക്ടേഷൻസ് വേറെയായിരുന്നു. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല അത്രയും വിഷ്വൽസ് ഉണ്ടാവുന്നില്ല. സീനായിരുന്നു എന്റെ ഫസ്റ്റ് അനിമ പറയല്ല ബ്രോ. സീൻ ഹാഷറ ട്രെയിനിങ് ആർക്കിന്റെ ഒക്കെ ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ട്. എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് ആർക്കിനകത്ത് മറ്റേ തെങ്കന്റെ ഒരു ഫൈറ്റ് ഉണ്ട് ഗ്യോത്താറോ ആയിട്ട്. എന്റെ അളിയ ആ ഫൈറ്റ് ആണ് ഞാൻ ബാക്കി മൊത്തം കണ്ടത്. പിന്നെ ആ ഫൈറ്റ് മാത്രമേ എനിക്ക് അമേസ് അയച്ചിട്ടുണ്ട്. എന്താ ചെയ്ത് വെച്ചേക്കണവര്. ഞാൻ നിന്നെ കാണിച്ചാ നീ അന്നത്തെ അമേസിനോട് പറ നല്ലതാണോ ഇത്. മാനിക്കൊക്കെ ടോർച്ച് ഉണ്ടോ കയ്യില്? ഓർമ്മ എനിക്കാ ചുമ്മാ കൈ പിടിക്കാൻ. Wow, that's കുറച്ച് അധികം ക്രേസി. എക്സ്പ്ലോർ ചെയ്യാം. ചെസ്റ്റ് ഒക്കെ വിട്ടോളി. ചെസ്റ്റിനായിട്ട് എക്സാമ്പിൾ ഗോൾഡൻ ആപ്പിളൊക്കെ അടുത്ത് നോക്കി പോണേ. മറ്റേ സ്പൈഡർ വെബ് ഒക്കെ ഉണ്ടാവും. സ്പൈഡർ സ്പോണർ ഒക്കെ ഉണ്ടാവും. സ്പൈഡറിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. ഇവിടെ ക്രീപ്പറൊക്കെ വരും. ഓടിക്കോളാം. അടുത്ത് വന്ന് പൊട്ടിയ ചത്ത് നമ്മൾ. അത്രയ്ക്ക് പറയാം. ജസ്റ്റ് ബ്രെഡ്, ഗ്ലോ ബെറീസ്, അയണിംഗ് ബോർഡ്, ടോർച്ച്, നെയിം ടാഗ്. നെയിം ടാഗ് കിട്ടിയോ? നീ ഡയമണ്ട് വിളിച്ചോ? മറ്റേ എനിക്ക് ഡയമണ്ട് ഇല്ല.
ഓ ഫക്ക്. ഞാൻ ചാവും, ഇപ്പൊ ചാവും, ഇപ്പൊ ചാവും. നമുക്ക് പയ്യും കൂടെ ഇറങ്ങാം താഴത്തേക്ക്. ഓ സ്പൈഡർ ഫക്ക്. മാട്രിക്സിങ് ഇറങ്ങിക്കോ. ഇതെന്താ ഇതൊക്കെ ഏതാടാ ജില്ല? ഇവിടെ കഴിഞ്ഞ എൻ്റെ മുമ്പിൽ 40 സ്പൈഡർ എല്ലാത്തിനും പേടിക്കാൻ പോകും. കാരണം നമുക്ക് ഒന്നൊരു പ്രശ്നമില്ല, ഇതൊക്കെ ശീലിക്കാൻ പഠിക്കണം ജീവിതത്തിൽ. ആടെ ഇവിടെ സ്പോണറാടാ. നീ സ്പോണർ പൊട്ടിച്ചില്ലായിരുന്നോ? എനിക്ക് സ്പോണർ പൊളിച്ചോണ്ടേ വെച്ചാലോ അവിടെ. എവിടെ സെറ്റ് ചെയ്യാൻ? ഡിസ്കവർഡ് മൈൻ ഷാഫ്റ്റ് ആൻഡ് വീട് പണിഞ്ഞ് പകുതി. ഓ ഞാൻ എത്തി, മുകളിലെത്തി. എടാ ഫുള്ള് ക്രീപ്പർ എൻ്റെ അടുത്ത്. ക്രീപ്പർ ആർച്ചറൊക്കെയാ. സോ ഇഫ് യു ക്യാൻ സ്ലീപ്. കിടക്കാൻ പറ്റുമോ? നമ്മൾ കിടന്നാ പറ, ഞാൻ കിടക്കാം. ഞാൻ അതുവരെ ഓടിക്കൊണ്ടിരിക്കുക. എടാ എന്തൊരു പേര് ചത്ത്. ശരി പെട്ടെന്ന് കിടന്നാ നല്ലായിരുന്നു. ഞാൻ കിടന്നു. ഞാൻ അടി ഇട്ടോണ്ടിരിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. മാട്രസോട് കിടന്നു കഴിഞ്ഞാന്ന് പറ, ഞാൻ ഇപ്പൊ തന്നെ കിടക്കാം. ഞാൻ കിടന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കിടന്നോ? ഞാൻ കിടക്കും. എടാ ക്രീപ്പർ, ഞാൻ ബെഡ് വെച്ചെടുത്ത് ക്രീപ്പർ. ഞാൻ ബെഡ് വെച്ചെടുത്ത് ക്രീപ്പർ. ഒരു മിനിറ്റ്, ഞാൻ ഓടിക്കോട്ടെ. ഇപ്പൊ പത്രത്തില് ന്യൂസ് വന്നേരം, രാത്രി കിടന്ന് ഉറങ്ങുന്നതിന്റെ ഇടയിൽ ബോംബ് പൊട്ടി ചത്തു. അതിനെടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കണം. എന്തൊക്കെ ഒന്നുകൊണ്ട് കുക്ക് ചെയ്യണ്ടായാലും. എടാ പുറത്തുണ്ടോ? വീട്ടിൽ പൊട്ടിക്കല്ലേ. ഞാൻ ഡേറ്റിന് കൊണ്ടുപോകും. പുറത്തുണ്ടായി കഴിഞ്ഞാൽ കുറച്ചൊരു ഹാപ്പി ആവട്ടെ. എടാ വേറെ പട്ടിയുണ്ടോ? വേറെ പട്ടി ഇഷ്ടം പോലെ ഫോണുണ്ട്. എടാ നീ തന്നെ ഇല്ലേ പറഞ്ഞത് പോരെ. എന്താ സീൻസ് ആണല്ലായിരുന്നു. മാട്രിക്സ് റേറ്റ് ദാറ്റ്. എടാ മാട്രിക്സ് നിനക്കൊരു പണി തരാം. ആ പുറത്ത് നമ്മുടെ 3 ഫർണസും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ട്. ആ സാധനം പോയി പൊളിച്ചോണ്ട് നീ വീടിനകത്ത് വെക്കും. അതെല്ലാം എടുത്തിട്ട് അത് ഞെക്കി നീ അവിടെ കൊണ്ട് വെക്കുന്നില്ല. മറ്റേ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അതിൽ ടാപ്പ് ചെയ്താൽ തന്നെ വരുക്കോളൂ. എന്നാ ഹെൽമെറ്റും ഉണ്ട്. ഊമ്പിയ സാധനം. പർപ്പിൾ ബെഡ് എന്റെ ആട്ടാ. വൺ സെക്കൻഡ്. മാട്രിക്സിന് ഏതായിരുന്നു? ബ്ലൂവോ റെഡോ? റെഡ്. Guys, look at this. അമേജ് കുറച്ച് ക്രേസി ആട്ടോ. മോഡ്സ് ആണ്. Lanterns, കുറച്ച് bro. ക്രേസി ആട്ടോ. Lanterns. അമേജ് കുറച്ച് ക്രേസി ആട്ടോ. Gary. നിന്റെ ബെഡ് വെക്കല്ലേ? ഞാൻ വയ്ക്കാൻ പോയാ.
എടാ റൂമിന്റെ കോർണറിൽ ടോർച്ച് നോക്കി, കോർണറിലും നോക്കി. ഇത് നമുക്ക് ഒരെണ്ണം വെച്ചോ, ഏതായാലും രസം. 4 എണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ നോക്കാം, ഒരെണ്ണം ഇവിടെ നോക്കാം. ആ താതാ എടാ ഇരുത്തിക്കോട്ടോ. ഇത് എങ്ങനെയായിരുന്നു ഫ്ലവർ എടുത്തിട്ട് ഡൈ ഉണ്ടാക്കണ? ആ ബ്ലൂ ഡൈ. വെറുതെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഫ്ലവർ വെക്കുക, ഈ മറ്റേ ബെഡ് എടുത്തിട്ട് ഡൈന്റെ കൂടെ വെക്കുക. ഡൈന്റെ കൂടെ എങ്ങനെ വെക്കും? ഫ്ലവർ എടുത്തിട്ട് നീ ഡൈ ആക്കി. ചുമ്മാ ബെഡ് വെച്ചിട്ട് ഡൈ വെച്ചാൽ മതി. വെള്ളം താഴെ ബെഡ് വെച്ചിട്ടോ? ബെഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഞാൻ കയറി കിടന്നു. ഞാൻ ബെഡിൽ ഞെക്കണം. ബെഡ് എടുത്ത ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു, ഡൈ വെച്ചു. ഓക്കെ ഗോട്ട്. നമുക്ക് അവിടെ ബെഡിന്റെ അപ്പുറം ഓർമ്മ വെക്കാല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്കൊരു മറവ് വേണ്ടേ, ഇല്ലെങ്കിൽ ഇതായി പോലെ ഇങ്ങനെ മറവ് റൂം. അമേസിന്റെ ക്രിയേറ്റീവ് ബ്രെയിൻ അമേസിന്റെ ബ്രെയിൻ വീഡിയോ എഡിറ്ററല്ലേ ബ്രോ? അതിന്റെ ആയിരിക്കും. എന്താണ് ലാൻഡാണ് കിടക്കുന്നത്? ഒരു വീഡിയോ എഡിറ്റർ ആയി പോലെ അതിന്റെ ആയിരിക്കും. ഞാൻ കിടക്കാൻ പോകും. ബൈ അമേസ്. ഞാനും പോട്ടെടാ. ബൈ ബൈ ഗൈസ്. ബൈ ഗൈസ്. ലവ് യു. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീട് നിർത്തുവാണ്. നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ടെമ്പററി വീട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനൊരു മുകളിലത്തെ ഒരു ഫ്ലോറൊക്കെ വരും, നിലയൊക്കെ വരും. ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇത് ദിവസം എത്താം. നമ്മളൊന്ന് അതുപോലെ ആദ്യമായിട്ട് മൈൻഡ് ഷാഫ്റ്റും കണ്ടുപിടിച്ചു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.